കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് ഈ ഭൂമിയിൽ ഒരവസരം കൂടെ നൽകി തന്നല്ലോ, അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ജോസ്മോൻ്റെ പ്രായത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് എത്ര വിശ്വസ്തൻ, ഇത്രത്തോളം കർത്താവ് നടത്തുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ. ശാരീരികമായ ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ ഇല്ല എന്നല്ല. കഴിഞ്ഞ രാത്രിയിലും വലത്ത് ഷോൾഡറിന് നല്ല പെയിനാണ് ഇപ്പോൾ. അത് ശാരീരികമായി വളരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. എങ്കിലും കർത്താവ് നിർത്തുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണ ഓരോ നിമിഷവും അനുഭവിപ്പാൻ കർത്താവ് ദിവസങ്ങളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവിൻ്റെ വലിയ സാന്നിധ്യം ദിനംതോറും അനുഭവിപ്പാൻ കർത്താവ് നൽകിത്തരുന്ന എല്ലാ നല്ല ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അടുത്ത സമയത്ത് ചിന്തയ്ക്കായിട്ടോ 71-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 71-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യം. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പാറയും എന്റെ കോട്ടയുമാകുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള സങ്കീർത്തനമാണ് ഇത്. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ 70-ാമത്തെ സങ്കീർത്തനം ദാവീദ് സംഗീത പ്രമാണിക്ക് എഴുതിയതാണെന്ന് കാണിക്കുന്നു. എന്നാൽ 71-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ദാവീദ് എഴുതിയ സങ്കീർത്തനം എന്ന് തന്നെയാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. തൻ്റെ ഈ വാചകം ഈ 3-ാമത്തെ വാക്യത്തിലേക്ക് എന്താണ് പറയുന്നതെന്നറിയാമോ? ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ തൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമാണ് താൻ പറയുന്നത് ആദ്യമായിട്ടോ. എന്താണ്? ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് സ്തോത്രം. എന്താണ്? ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. ഈ സങ്കീർത്തനം ദാവീദോ എഴുതിയിരിക്കുന്നതോ തൻ്റെ വാർദ്ധക്യത്തോടടുത്തിരിക്കുന്നതായ സമയത്ത് എഴുതിയ ഒരു സങ്കീർത്തനമാണെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഈ ദാവീദ് ഇങ്ങനെ ഒരു വാക്ക് എന്തുകൊണ്ടാണ് ദൈവത്തോട് ആവശ്യപ്പെടുന്നത്? ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. ദാവീദിനറിയാം തനിക്ക് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെതായ അനുവാദം വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നോ തനിക്ക് ലഭിക്കേണ്ടതായ ചില പ്രിവിലേജസ് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ എപ്പോഴും ആയിരിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളോട് അടുക്കുമ്പോൾ തൻ്റെ നിത്യതയെക്കുറിച്ച് താൻ ഓർത്തിട്ടുണ്ടാകാം. ഈ കാലഘട്ടം കഴിയും, താൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്ന തൻ്റെ പരദേശവാസം ഇവിടെ കഴിയാൻ പോവുകയാണ്. അങ്ങനെ കഴിയുന്നുവെങ്കിൽ ഞാൻ എവിടെയായിരിക്കും? അപ്പം ദൈവത്തോട് ദാവീദിന് ആവശ്യപ്പെടുവാനുള്ള സംഗതി, ഞാൻ ഈ വാസം കഴിഞ്ഞാലും നിൻ്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കാൻ എന്നെ നീ ഒന്ന് സഹായിക്കണം. എനിക്കതിനുള്ള ഒരു സാഹചര്യം കർത്താവേ നീ ഒരുക്കി തരണമേ എന്ന് ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടത്. അങ്ങനെ പറയുന്നതിന് ദാവീദിന് ഒരു ചില റീസൺസ് ഒക്കെ ഉണ്ടല്ലേ. നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് പഠിച്ചാൽ ദാവീദിനറിയാം തൻ്റെ ജീവിതത്തിൽ തനിക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. താൻ എപ്പോഴും ദൈവസന്നിധിയിൽ ആയിരിക്കത്തക്ക രീതിയിലുള്ള ജീവിത രീതികളൊന്നും ആയിരുന്നില്ല ദാവീദിൻ്റെ ചില പ്രവർത്തികൾ മൂലം ഉണ്ടായിട്ടുള്ളത് എന്ന് ദാവീദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അല്ലേ? സ്തോത്രം. നമുക്കറിയാം, നിഷ്കളങ്കമായ ഒരു വ്യക്തിയുടെ രക്തം ചൊരിയിച്ച് തൻ്റെ സ്വന്തം ലാഭത്തിനു വേണ്ടി താൻ അത് ഉപയോഗപ്പെടുത്തുകയും അത്
തൻ്റെ ജീവിതത്തിന് തനിക്ക് പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്ത ആ വിഷയങ്ങളൊക്കെ ദാവീദിൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം ഈ സമയത്ത്, അല്ലേ? നിഷ്കളങ്കമായ ഒരു മനുഷ്യൻ, നിഷ്കളങ്കനായ ഒരു വ്യക്തി. ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഇന്ന് കഴിഞ്ഞ രാത്രിയിലിരുന്ന് വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ മനുഷ്യനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ ആ സിൻസിയാരിറ്റി, ആ ഊരിയാവിൻ്റെ സിൻസിയറിറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. ദാവീദ് അവനോട് പറയുകയാണ്, നീ വീട്ടിൽ പോയി വിശ്രമിച്ചോളൂ. ദാവീദിന് അതിന് പിന്നിൽ വലിയ വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടായെങ്കിലും ഊരിയാവിനെ വിളിച്ചിട്ട് ദാവീദ് പറയുകയാണ്, നീ എന്ത് ചെയ്യുക, നീ വീട്ടിൽ പോയി വിശ്രമിച്ചു കൊള്ളുക. ആ സമയത്ത് ആ വ്യക്തിയുടെ മറുപടിയാണ് എന്നെ വളരെ ചിന്തിപ്പിച്ചത്. എന്താ പറയുന്നത് അറിയാമോ? അദ്ദേഹം പറയുന്നത് 1 ശമൂവേൽ 11:11 വായിച്ചേ. ആ, 1 ശമൂവേലാണോ 2 ശമൂവേലാണോ? ഊരിയാവിന്റെ വിഷയം. ഊരിയാവ് ദാവീദിനോട്, പെട്ടകവും ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു. നോക്കിക്കേ, ഊരിയാവിനോട് ദാവീദ് പറയുകയാണ്, നീ ഭവനത്തിൽ പോയി വിശ്രമിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ഊരിയാവിന്റെ മറുപടി എന്തൊക്കെയാ? പെട്ടകം. ആ ഹൃദയത്തിന്റെ ആത്മാർത്ഥത ഒന്ന് ചിന്തിച്ചു നോക്കി. തൻ്റെ ഹൃദയത്തിൽ എവിടെയാണ് തൻ്റെ ഹൃദയം ഇരിക്കുന്നത്? പാളയത്തിൽ ആരൊക്കെ ആയിരിക്കുന്നു, പാളയത്തിൽ എന്തൊക്കെ ആയിരിക്കുന്നു എന്നുള്ള വിഷയം തന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുക, തന്നെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? അപ്പോൾ ആ വിഷയത്തിൽ പറയുകയാണ് പെട്ടകം, അല്ലേ? തൻ്റെ ഹൃദയത്തിൽ അത്രത്തോളം സ്ഥാനം എന്തിനു കൊടുത്തിട്ടുണ്ട് ഊരിയാവ്? തൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ താൻ കൊടുക്കുന്നത് അത്ര വലിയ സ്ഥാനത്ത് കൊടുത്തിരിക്കുമ്പോൾ പറയുകയാണ് പെട്ടകം പാളയത്തിലാണ്. പിന്നെ പെട്ടകവും ഇസ്രായേൽ ജനം, തൻ്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ തൻ്റെ സമസൃഷ്ടികൾ എല്ലാവരും പാളയത്തിലാണ്. നീ എന്നോട് പറയുന്നു ഞാൻ ഭവനത്തിൽ പോയി വിശ്രമിക്കുവാൻ. എന്നാൽ എനിക്കത് കഴിയത്തില്ല. കാരണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ വിഷയങ്ങൾ പാളയത്തിലാണ്. എന്താണ്? പെട്ടകം, പിന്നെ 2 ഇസ്രായേൽ, പിന്നെ യഹൂദ, പിന്നെ എൻ്റെ യജമാനായ യോവാബും എൻ്റെ യജമാനായ തൻ്റെ യജമാനോടുള്ള ഭക്തി. സ്തോത്രം. യൂരിയാവിന് നമുക്കവിടെ കാണുന്നത് തൻ്റെ യജമാനോടുള്ള ഭക്തിയാണ് അവിടെ കാണുന്നത്. സ്തോത്രം. ഇവിടെ നാം ഒന്ന് ചിന്തിക്കണം, നമ്മുടെ ദൈവത്തോട് നാം അടുത്ത് വരുമ്പോൾ ഈ ഊരിയാവിൻ്റെ ആ തീഷ്ണത ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമുക്ക് ദൈവത്തോടുള്ള ഭക്തി അല്ലെങ്കിൽ ദൈവത്തോടും നമ്മുടെ ആ തീഷ്ണത എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. തനിക്ക് പ്രായോഗികമായി തൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഒരു നല്ല അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുവാൻ ദാവീദ് പറയുകയാണ്. അതിൻ്റെ പിന്നിലുള്ള അവസ്ഥകളോ ചിന്തകളോ ഒന്നും നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ തന്നെയും ഊരിയാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല അവസരമാണ്, അല്ലേ? തൻ്റെ ഭവനത്തിൽ പോയി തനിക്ക് വിശ്രമിക്കാനുള്ള അവസരം. പക്ഷേ അവൻ്റെ ഹൃദയത്തിലെ വേദന എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഈ സന്തോഷങ്ങൾ ഭവനത്തിൽ പോയി അനുഭവിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ അല്ലെങ്കിൽ വില കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പെട്ടകത്തിനും, ആമേൻ, സ്തോത്രം, എൻ്റെ സഹോദരങ്ങൾക്കും, പിന്നെ എൻ്റെ യജമാനനും യജമാനൻ്റെ ഭൃത്യന്മാർക്കും, അല്ലെങ്കിൽ അവരവിടെ പാളയത്തിലായിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഭവനത്തിൽ വിശ്രമിക്കുവാൻ കഴിയും? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സ്തോത്രം, പാളയത്തിൽ ജനമായിരിക്കുകയാണ്. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഭവനത്തിൽ വിശ്രമിക്കും? ഒരു ഉത്തരവാദിത്വം എൻ്റെ മേലും. പെട്ടകം പാളയത്തിലാണ്, എൻ്റെ സമശിഷ്ടങ്ങൾ പാളയത്തിലാണ്, എൻ്റെ യജമാനൻ പാളയത്തിലാണ്. ആമേൻ. എന്നോടൊപ്പം ആമേൻ യുദ്ധം ചെയ്യേണ്ടത് എൻ്റെ സഹവൃത്യന്മാർ പാളയത്തിലാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, സ്തോത്രം, എന്നെ പോലെ ആമേൻ ഞാൻ സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ എന്നെ പോലെ സന്തോഷം അനുഭവിക്കുന്ന അനേകർ ഇന്ന് പാളയത്തിലാണ്. അവരെ കുറിച്ചുള്ള ഒരു ഭാരം എനിക്ക് ഇന്ന് പകൽക്കാലമുണ്ടോ? ഞാൻ ഭവനത്തിൽ ആമേൻ, സ്തോത്രം, ഞാൻ ഈ ലോകപ്രകാരമുള്ള സന്തോഷങ്ങളിൽ ഞാൻ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സന്തോഷങ്ങൾ നാം അനുഭവിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, കർത്താവിന് നമ്മളോട് ചോദിക്കുവാനുള്ളത് ഊരിയാവ് പറഞ്ഞ ഇതേ വാക്കുകൾ. പെട്ടകം പാളയത്തിലാണ്. സ്തോത്രം. നിനക്കതിനെക്കുറിച്ച് എന്തുമാത്രം ഉത്തരവാദിത്വമുണ്ടോ? എനിക്കതിനെക്കുറിച്ച് എന്തുമാത്രം ഭാരമുണ്ടോ? ദൈവത്തിന്റെ പെട്ടകം പാളയത്തിലാണെങ്കിൽ, സ്തോത്രം, ഈ ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ച് അറിയാത്തവരോട് ഈ സന്ദേശം ഒന്ന് എത്തിക്കുവാൻ ഞാൻ എത്ര ഭാരപ്പെടുന്നു. എൻ്റെ യജമാനന്റെ സന്ദേശം ഞാൻ ഈ ജനത്തോട് അല്ലെങ്കിൽ ഇത് അറിയാത്തവരോട് എത്തിക്കുവാൻ ഞാൻ എത്ര ഭാരപ്പെടുന്നു. എൻ്റെ ഹൃദയത്തിൽ എത്ര വേദനയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം
ആമേൻ, കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന വിഷയം ഊരിയാവിൻ്റെ വിഷയത്തിലൂടെ നമ്മളെ കേൾപ്പിക്കുകയാണ്. സ്തോത്രം. ഈ ദാവീദിന് ഈ പ്രായത്തിൽ, അല്ലെങ്കിൽ തൻ്റെ വാർദ്ധക്യത്തിലോട് എത്തിയിരിക്കുന്ന ഈ പ്രായത്തിൽ ദൈവത്തോടൊപ്പം വസിക്കുന്നതിന് എപ്പോഴും വന്ന് പാർക്കണമെന്ന് ദാവീദിന്റെ ഹൃദയത്തിലെ ആഗ്രഹം വിളിച്ചു പറയുമ്പോൾ തൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ചിന്തകൾ ഇതൊക്കെ ആയിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് നിന്റെ സന്നിധിയിൽ എപ്പോഴും വന്ന് പാർക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം തന്നെ ഭരിച്ചു. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം നാമം ആമേൻ സ്തോത്രം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സ്തോത്രം, നമ്മുടെ ജീവിതത്തിലുണ്ടായ വീഴ്ചകൾ പ്രൈസ് ദി ലോർഡ് നാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാ. കർത്താവിനോട് എപ്പോഴും വസിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രമീകരണം ആവശ്യമാണെന്ന് ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു മടങ്ങി വരവ് ആവശ്യമാണെന്ന് കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുകയാണ്, ഇൻക്ലൂഡിങ് മീ. സ്തോത്രം. എത്രയോ പ്രാവശ്യങ്ങളിൽ, എത്രയോ സമയങ്ങളിൽ ദാവീദിനെ പോലെ വിശ്വസ്തനല്ലാതിരുന്നിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജനത്തെ മുഴുവനും പ്രയാസത്തിലേക്ക് എത്തിച്ചു. സ്തോത്രം. കർത്താവ് പറഞ്ഞു, നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനത് എൻ്റെ ഭവനത്തിൽ പരസ്യമായി ചെയ്യുമെന്ന് പറഞ്ഞു. തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതായ പ്രയാസങ്ങൾ, കടന്നുപോയ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും ദാവീദ് പിന്നെയും പ്രൈസ് ദി ലോർഡ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി, ദൈവഹിതത്തിന് വിരുദ്ധമായി പിന്നെയും 1-2 കാര്യങ്ങളോടൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ദൈവം ആഗ്രഹിച്ചിരുന്ന ഒരു വിഷയം, അതിനെതിരായി പ്രവർത്തിക്കുന്ന ദാവീദിനെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഞാൻ ഇസ്രായേലിനെ കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും വലുതാക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തു. അപ്പോൾ ദാവീദിനൊരാഗ്രഹം, ഈ ജനത്തിൻ്റെ ഇതെന്ന് ഈ എത്ര ആൾക്കാരുണ്ടെന്നൊന്ന് അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ദാവീദിന്. ദാവീദിന് ഇതിൻ്റെ ആവശ്യം എന്താ? ജനത്തെ വർദ്ധിപ്പിക്കുന്നത് ആരാണ്? ദൈവമാണ്. ദൈവം വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ ജനത്തെ കടൽക്കരയിലെ മണൽ പോലെയും പിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും വർദ്ധിപ്പിക്കും. അതിൻ്റെ ഇടയ്ക്ക് ദിനവൃത്താന്ത പുസ്തകത്തിൽ അവിടോട്ടൊന്ന് കടന്നു വരുമ്പോൾ അവിടെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് കാണാനായിട്ട് കഴിയും. ദിനവൃത്താന്തം 21:1. നോക്കി സംഗതി എവിടെ നിന്ന് എവിടെ വന്നെന്ന് കണ്ടോ? ഇത് എവിടെ നിന്നാ വന്ന ഈ ആലോചന? പ്രൈസ് ദി ലോർഡ്. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു. എന്നിട്ട് ദാവീദിനെ കൊണ്ടത് ചെറിയ ഒരു സ്ക്രൂ ചെയ്ത് കൊടുത്തു. എന്താ പറയുന്നത്? ഇവരെയൊക്കെ ഒന്ന് എണ്ണിയൊന്ന് ഇവരെത്ര പേരുണ്ടെന്നൊന്ന് അറിയണമെന്ന്. ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ? ദൈവം ആഗ്രഹിച്ചിരുന്നു തൻ്റെ ജനം എത്ര ഉണ്ടെന്ന് അറിയണമെന്നുള്ളത്. സ്തോത്രം. ദൈവത്തിൻ്റെ ഹിതമല്ല. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ സാത്താൻ്റെ ഈ പ്രവൃത്തിയെ തിരിച്ചറിയുന്നതിൽ ആര് പരാജയപ്പെട്ടു പോയി? ദാവീദ് പരാജയപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നാമം ഈ ചിന്തകളൊക്കെ നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ദൈവഹിതം തിരിച്ചറിയുന്നതിൽ, അല്ലെങ്കിൽ ഇത് എപ്രകാരം ഇത് നമുക്ക് വന്നു ചേരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോയാൽ, പ്രൈസ് ദി ലോർഡ്, ഇതിൻ്റെ പരിണിതഫലം അനുഭവിച്ചത് ആരാന്നറിയാമോ? ഒരു ജനം മുഴുവനും, ഒരു സമൂഹം മുഴുവനും ഇതിൻ്റെ പരിണിതഫലം അനുഭവിക്കുക. കർത്താവ് ഞാൻ 2-3 കാര്യങ്ങൾ നിന്റെ മുൻപിൽ വയ്ക്കുകയാണ്. നീ ചെയ്ത ഈ കുറവിന് ഞാൻ നിന്റെ 2-3 വിഷയങ്ങൾ നിന്റെ മുൻപിൽ വയ്ക്കുകയാണ്. നീ അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. അപ്പം എന്താ പറഞ്ഞത്? ശത്രുക്കളുടെ കയ്യിൽ വീഴുന്നതിനെക്കാട്ടി നല്ല എന്താ? ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നതാ. പക്ഷെ ഇത് അനുഭവിക്കേണ്ടി വന്നത് ആരാ? ഈ ജനമാണ് ഇത് അനുഭവിക്കേണ്ടി വന്നത്. സ്തോത്രം. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയാൽ, എൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, എന്നെ കർത്താവ് വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രയാസമുണ്ടാകുമെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. എത്ര ഉത്തരവാദിത്തത്തോട് കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുക. വിഷയങ്ങൾ ന്യായപാലനം ചെയ്യുന്നതിന് ദാവീദിന് അധികാരം കൊടുത്തു. ദേശത്തെ ന്യായപാലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാത്താന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ട ദാവീദ് മുഖാന്തരം ഒരു ദേശം മുഴുവൻ കഷ്ടത്തിലേക്ക് പോകുന്നത് കാണുവാൻ നമുക്ക് കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെയും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുന്നുണ്ടോ? എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്തത്തിൽ എനിക്ക് ഇത്ര വലിയ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് എൻ്റെ പകൽക്കാലം ഒന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. Glory to God. നമ്മൾ വീഴാതിരിപ്പാൻ Hallelujah. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയുന്നത് പോലെ പത്രോസ് 1 പത്രോസിൽ പറയുന്നുണ്ട് അല്ലേ, അവൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് പറഞ്ഞത്? സ്തോത്രം. പത്രോസിന്റെ വാക്കുകളിൽ പറയുന്നത് എന്താണ്? 1 പത്രോസ് 4:8 എന്താ പറയുന്നത്? 1 പത്രോസ് 4:8. സകലത്തിനും മുമ്പേ തമ്മിൽ ഉച്ചസ്നേഹമുള്ളവരായിരിക്കും. ആ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഉം. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥിസൽക്കാരം ആചരിക്കുന്നു. അല്ല, അതാണോ അതിന് റെഫറൻസ് മാറിയോ? കർത്താവ് പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ചാൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ ആ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടു ഓക്കെ. നിർമ്മതരായി നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരുപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. സ്തോത്രം. അപ്പം നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നാം എത്ര ഗൗരവത്തോടെ എടുക്കണമെന്ന് പത്രോസ് അപ്പോസ്തലനോട് വിവരിക്കുക. സ്തോത്രം. ദാവീദ് കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യനായിരിക്കെ വീഴ്ച സംഭവിച്ചു പോയി. സാത്താൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു ദാവീദ്, അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിനോ സ്തോത്രം, പത്രോസ് അപ്പോസ്തലൻ ഒരു മുന്നറിയിപ്പ് നൽകിയ നിർമ്മതരായിരിപ്പീൻ. സ്തോത്രം. ഈ പിശാചിന്റെ പ്രവർത്തികളെ തിരിച്ചറിഞ്ഞിട്ട് അവൻ നമ്മളെ തകർത്ത് കളയുവാൻ പദ്ധതികളുമായി വരുമ്പോൾ അതിനെ തിരിച്ചറിയുവാനുള്ള ദൈവകൃപ കർത്താവിൻ്റെ ആമേൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു കൊള്ളണമെന്ന് ഹല്ലേലൂയ സ്തോത്രം പകൽക്കാലം ഓർപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി കർത്താവേ. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ, എൻ്റെ കാലം കഴിയുമ്പോൾ അതല്ലെങ്കിൽ ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നിന്റെ സന്നിധിയിൽ എപ്പോഴും വന്നിരിക്കുന്നതിന് എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കണമെന്നുള്ള ഒരാഗ്രഹം. ആമേൻ. ദാവീദിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. കാരണം തൻ്റെ വീഴ്ചകളും തൻ്റെ കുറവുകളും ഒക്കെ അറിയാവുന്ന ദാവീദിന് ദൈവത്തോട് പറയണം, കർത്താവേ, നീ ഒന്ന് കൈവിട്ടാൽ, നിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് മാറിയാൽ കർത്താവേ ഞാനില്ല. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യങ്ങൾ നാം അത് അനുഭവിച്ചിട്ടുണ്ട്. കർത്താവേ, നിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് മാറരുതെന്ന് എത്ര പ്രാവശ്യങ്ങൾ പ്രാർത്ഥിച്ചു. കടന്നും മറികടക്കുവാൻ കഴിയാത്തതായ പ്രയാസങ്ങൾ നമ്മളെ അനുഭവിച്ചു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാനിതെങ്ങനെ തരണം ചെയ്യുമെന്ന് പല സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ ഇതിനപ്പുറം ചാടിക്കിടക്കും, അല്ലെങ്കിൽ എങ്ങനെ ഞാനിത് മറികടക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഒരു വഴിയുണ്ടാവും. എന്നോടൊപ്പം എപ്പോഴും ആയിരിക്കാൻ നീ ഒന്ന് ശ്രമിച്ചാൽ, സ്തോത്രം, എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കാൻ നീ ഒന്ന് ശ്രമിച്ചാൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, നിന്റെ പ്രതിസന്ധികളിൽ, ഹല്ലേലൂയ, നീ കടന്നു പോകുന്നതായ സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുമെന്നുള്ളത് ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആത്മാവ് ഓർപ്പിക്കും. രണ്ടാമത് ദാവീദിന്റെ ആഗ്രഹം, ഹല്ലേലൂയ, ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കിയ ഒരു വിഷയം, ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഒന്ന് പാർക്കണമെന്നുള്ളത് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണെങ്കിൽ, സ്തോത്രം, നീ ഇപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് കൽപ്പിച്ചിരിക്കുന്നു, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ച് 71-ാം സങ്കീർത്തനത്തിന്റെ 2-ാം ഭാഗത്ത് 3-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം, നീ എന്നെ രക്ഷിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ആവശ്യം അവനോടൊപ്പം പാർക്കുക എന്നുള്ളത്, എപ്പോഴും അവനോടൊപ്പം ആയിരിക്കുക എന്നുള്ളത്. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് ഒരു വലിയ കൽപ്പന തന്നെ പുറപ്പെടുവിക്കുകയാണ്. സ്തോത്രം. അവനെ രക്ഷിച്ച, തൻ്റെ മാറോട് ചേർത്ത് നിർത്തുന്ന, തൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നിർത്തുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. നീ എന്നെ രക്ഷിക്കുവാൻ കൽപ്പിച്ചിരുന്നു. കർത്താവിൻ്റെ കൽപ്പന നമ്മളെ രക്ഷിക്കുവാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ മറികടക്കുവാൻ ലോകത്തിൽ ഏതെങ്കിലും ശക്തിക്ക് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിനെ രക്ഷിക്കുവാനായി കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്.
ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും അല്ലെങ്കിൽ അവന്റെ രക്തത്തിന്റെ വിലയായി വീണ്ടെടുത്ത ആമേൻ എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചു. ഞാൻ നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്റെ കൽപ്പന ഞാൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെ എതിർക്കുവാൻ, ഇതിനെ മറികടക്കുവാൻ ലോകത്തിലെ ഏത് ശക്തിക്ക് കഴിയും? സ്തോത്രം. നമുക്കറിയാം, പല ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേലിനെതിരായി രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞു, അല്ലേ? അറിഞ്ഞോ? മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതചര്യതയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ദാനിയേലിന്റെ ജീവിതത്തിന്റെ സാധാരണഗതിയിൽ താൻ കടന്നു പോകുന്ന അല്ല ചെയ്തു വരുന്നതായ പ്രവൃത്തികൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? പ്രൈസ് ദി ലോർഡ്. ഇല്ല. ഒന്ന് വായിച്ചു നോക്കിയേ ദാനിയേൽ പ്രവചനം 6:10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ദിനചര്യയ്ക്കോ ദാവീദ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്കോ ഒന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ ഇത് ദാനിയേലിന് എതിരായെന്ന് മനസ്സിലാക്കിയ രാജാവിന്റെ ഉറക്കം പോയി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ രക്ഷിപ്പാൻ കൽപ്പിച്ചിരിക്കുന്നത് ആരാ? ഹല്ലേലൂയ. ആമേൻ. എന്നെ രക്ഷിപ്പാൻ ദൈവത്തിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടിരിക്കുകയാണ്. ദാനിയേലിനെ ആമേൻ സ്തോത്രം ഇല്ലായ്മ ചെയ്യുവാൻ ആമേൻ സ്തോത്രം ഗൂഢാലോചന ചെയ്ത ജനം അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ ഈ ലോകത്തില് അധികാരമുള്ളവനായ രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക. കാരണം എന്താണെന്ന് അറിയാമോ? നമുക്ക് മനസ്സിലാക്കും, നമ്മളെ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുക, അന്ന് സൂര്യൻ അസ്തമിക്കുവോളോ ആമേൻ സ്തോത്രം ഈ മനുഷ്യൻ ദാനിയേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. സ്തോത്രം. ആരാണെന്ന് ഓർക്കണം. ഹല്ലേലൂയ. ആമേൻ. ഒരു ദേശത്തിന്റെ മൊത്തം അധിപതിയായവൻ, ആമേൻ സാമ്രാജ്യത്തിന്റെ അധിപതിയായവൻ ഒരു രാത്രി ഒരു പകൽ മുഴുവനും സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ആമേൻ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചത് ആരാണെന്നറിയണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരം എന്താണെന്നറിയണം. ആമേൻ സ്തോത്രം. ദാനിയേലിനെ രക്ഷിപ്പാൻ ആര് കൽപ്പിച്ചിരിക്കുകയാണോ? സ്തോത്രം. സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമുക്കറിയാം, ആമേൻ രാജാവ് പകൽ മുഴുവനും പരിശ്രമിച്ചു. എന്താണ് റിസൾട്ട്? പരാജയമാണ്. പക്ഷെ കൽപ്പിച്ചവൻ ആരാ? ഹല്ലേലൂയ. രക്ഷിക്കുമെന്ന് കൽപ്പിച്ചവൻ ആരാ? സ്തോത്രം. സ്വർഗത്തിലെ ദൈവമാ. ആമേൻ സ്തോത്രം. രാജാവ് പരാജയപ്പെട്ടെടുത്ത് സ്വർഗത്തിലെ ദൈവം പരാജയപ്പെടുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ രക്ഷിപ്പാൻ, ഹല്ലേലൂയ, എന്റെ സാഹചര്യങ്ങളിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു കൽപ്പന ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഏത് പ്രതികൂലങ്ങളിലൂടെ നിന്നെ കടത്തിവിട്ടാലും, സ്തോത്രം, നിന്റെ പ്രാണൻ അപകടത്തിലാകുമെന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിൽ തന്നു നിന്നെ ഭാരപ്പെടുത്തിയാലും, പ്രൈസ് ദി ലോർഡ്, നീ തകർന്നു പോകുമെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ തകർത്തു കളയുമെന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിൽ തന്നു നിന്നെ ഭാരപ്പെടുത്തിയാലും, കർത്താവിന് നിന്നോട് പറയാനുള്ളത്, ഞാൻ കൽപ്പിച്ചിരിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, നിന്നെ രക്ഷിക്കുന്നതിന് ഞാൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാനിയേൽ ഒരു പക്ഷേ ഇത് ഈ ഗൂഢാലോചനകളൊക്കെ കൊട്ടാരത്തിൽ നടക്കുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കാം. കൊട്ടാരത്തിൽ സാധാരണഗതിയിൽ പോകുകയും വരികയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണല്ലോ, വിഷയങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. ഇതിനെ എന്തെങ്കിലും പ്രവൃത്തി ദാനിയേൽ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ഇതിനെ പരിഹരിക്കുവാനായിട്ട് ദാനിയേലായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. രാജാവിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി, ഹല്ലേലൂയ, ആ രാജാവിനെ കൊണ്ട് ഒരു പകൽ മുഴുവനും അധ്വാനിപ്പിച്ചിട്ടോ ഒരു പ്രയോജനവും ഇല്ലാതിരിക്കുമ്പോൾ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച്, ആമേൻ, സ്തോത്രം, ദൂതനെ ഇറക്കി, ഹല്ലേലൂയ, തൻ ദാനിയേലിന്റെ വിഷയത്തിന്റെ മേൽ ഇടപെടുന്നത് കാണുവാൻ കഴിയും. കാരണം കൽപ്പിച്ചിരിക്കുന്നത് എന്റെ ദൈവമാണ്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, പ്രതിക്രിയ നടത്തുമെന്ന് എനിക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് എന്റെ സർവശക്തനായ ദൈവമാണെന്നുള്ള ആമേൻ ആമേൻ ഉറപ്പിന് പകൽക്കാലം പ്രാപിപ്പാൻ നമുക്കിടയായി തീരട്ടെ. വിഷയങ്ങൾ ഏതുമാകട്ടെ, ആമേൻ, ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകട്ടെ, അത് നിന്റെ രോഗമാകട്ടെ, അല്ലെങ്കിൽ നീ കടന്നു പോകുന്ന ഭൗതിക വിഷയങ്ങളാകട്ടെ, നിന്റെ പ്രയാസത്തിന്റെ മൂർധന്യത്തിൽ നീ നിൽക്കുന്നതാകട്ടെ, എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിനെ നമ്മളോട് അറിയിക്കുവാനുള്ളത്, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആത്മാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഞാൻ നിന്നെ രക്ഷിപ്പാനായി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ
ഈ ഉറപ്പ് ഇന്ന് പകൽക്കാലം പ്രാപിച്ചു ഇവിടെ നിന്ന് കടന്നു പോകുവാൻ നമുക്ക് ഇടയായി തീരണം. Praise the Lord. Praise the Lord. Hallelujah. ഒരു വിടുതലുണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ? സ്തോത്രം. ഒരു സൗഖ്യമുണ്ടെന്നുള്ളത് ഉറപ്പല്ലേ? സ്തോത്രം സ്തോത്രം. ഒരു ആശ്വാസം വരുമെന്നുള്ളത് ഉറപ്പല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിന് അത് തരാൻ പറ്റത്തില്ലെങ്കിൽ, ലോകത്തിന് അത് പരിഹരിക്കാൻ പറ്റത്തില്ലെങ്കിലും എന്റെ കർത്താവ് ഇന്ന് പലകാലം പ്രഖ്യാപിച്ചിരിക്കുന്നത് നിന്നെ രക്ഷിക്കുവാൻ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുക, ഞാൻ കൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം വേറെ പല വിഷയങ്ങളും നമുക്കറിയാം അല്ലേ? ജോസഫിനെ തന്റെ സഹോദരന്മാർ അവൻ പ്രയാസപ്പെടുന്നതായ വിഷയങ്ങൾ നമുക്കറിയാം. അവിടെയും ആരുടെ ഹിതമാണ് നിറവേറപ്പെടുന്നതോ? ആരുടെ ഹിതമാണ് നിറവേറപ്പെടുന്നത്? ഇതിന്റെ ഇടയ്ക്ക് രൂപനും യൂദയൊക്കെ ജോസഫിനെ ഒന്ന് രക്ഷിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നല്ലേ? എന്നാൽ ആരാ ഇതിനെ രക്ഷിക്കുന്നതിന് പ്രവൃത്തികൾ ചെയ്തിരുന്നതോ? ആരുടെ കരമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നതോ? സ്തോത്രം. യൂദയല്ല, രൂപനല്ല, രൂപനല്ല. ആര് വിചാരിച്ചാലും ആ പ്രക്രിയ അവിടെ നടക്കുമോ? ഇല്ല. ആര് കൽപ്പിച്ചത്? ഇവിടെ ഇതിന്റെ പിന്നിൽ വലിയൊരു പ്രവൃത്തി ചെയ്തെടുക്കേണ്ടതിന് ദൈവത്തിന്റെ പദ്ധതി ഉള്ളതിനാൽ ഈ കാര്യങ്ങളും നടക്കത്തില്ല. കാരണം കൽപ്പിച്ചിരിക്കുന്നത് എന്റെ കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണോ ആമേൻ സ്തോത്രം യെശയ്യാപ്രവചനം 42:8 പറയുന്നതാ. യെശയ്യാപ്രവചനം 41:8, 42:8. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും. ആമേൻ. ഞാൻ സേവിക്കുന്നത് ആരെയാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഞാൻ നിലവിളിക്കുന്ന ആരുടെ അടുക്കലാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഹല്ലേലൂയ. എനിക്ക് നിലവിളിച്ചാൽ ഒരു മറുപടി വരുമെന്നുള്ളതിന്റെ ആമേൻ ഉറപ്പിപ്പോൾ ലഭിച്ചോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ നിലവിളിക്കുന്നത് ആരോടാണ്? എന്റെ മഹത്വം, ആമേൻ സ്തോത്രം, എന്റെ സ്തുതി. ഓ ഹല്ലേലൂയ. ഞാൻ ആരാന്നാ പറഞ്ഞേ? ഞാൻ യഹോവ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളൂ. ഞാൻ ഓർത്തിട്ടുണ്ട്, എൻ്റെ ദൈവം എന്നെ രക്ഷിപ്പാൻ കൽപ്പിച്ചിട്ടുള്ളപ്പോൾ ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ഞാൻ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് ഈ ഭാഗങ്ങളൊക്കെ ചിന്തിച്ച് എൻ്റെ ദൈവം എന്നെ പരിപാലിച്ച വിഷയങ്ങളൊക്കെ ഓർത്തിട്ട് എന്നെ സൂക്ഷിച്ച് കരുതലും കരങ്ങളും ഒക്കെ ഓർത്തിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് ഞാൻ എൻ്റെ കിടക്കയിൽ കിടന്ന് ഒരുപാട് വളരെയധികം സമയം ഞാൻ നിലവിളിക്കുവാനായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ദേശത്തിൻ്റെ നിയമപ്രകാരം ഞാൻ സ്തോത്രം ബാറിന് പുറകിൽ പോകേണ്ടതാണ്, കമ്പികൾക്ക് പുറകിൽ. അതെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രിസനകത്ത് പോയി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു. പ്രൈസ് ദി ലോർഡ്. നിയമപരമായി ഇവിടെ പാർപ്പാൻ എനിക്ക് അനുവാദമില്ല, നിങ്ങൾക്കതറിയാം. എനിക്കൊരു വിഷയമുണ്ടായിട്ട് ഞാൻ സ്തോത്രം മുറൂറിൽ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജോസ്മാനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി ദൂതനെ ഇറക്കി. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സ്തുതിക്കാതിരിക്കും? കണ്ടെങ്ങനെ നിറയാതിരിക്കും? ഹല്ലേലൂയ. ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി കുറച്ച് നേരം നോക്കി ഇരുന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഈ വിഷയം ഞാൻ എൻ്റെ ഭവനത്തിൽ വന്നു, കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അമ്മിണിയോട് പറഞ്ഞു. സംഗതി ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ ഞാൻ മടങ്ങില്ല. സ്തോത്രം. 10 ദിനാറ് ഫൈൻ അടിച്ചിട്ട് എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ അനുഭവിച്ചെങ്കിൽ മാത്രമേ ആമേൻ ആമേൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്തോത്രം വരുത്തുള്ളൂ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്തുതി വരുത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ആമേൻ കഴിഞ്ഞ ദിവസം നാം ഡിബേറ്റ് ചെയ്തപ്പോൾ
രക്ഷ നഷ്ടപ്പെടുത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ റീസൺ മനസ്സിലായി. എനിക്ക് എൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തുവാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം ഞാൻ എന്നെ കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ വിട്ടിട്ട് എനിക്ക് എവിടെ ഓടിപ്പാനാ? അവന്റെ സന്നിധിയിൽ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പാനാ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള എനിക്ക് എൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് താല്പര്യം ഉണ്ടാകുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നെ രക്ഷിപ്പാൻ കൽപ്പിച്ചിരിക്കുകയാണ്. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് എല്ലാ ജനത്തിന്റെ ആഗ്രഹം അവനെ കൊല്ലണമെന്നാണ്, രാജാവിന്റെ ആഗ്രഹം അവനെ കൊല്ലണമെന്നാണ്. എന്നാൽ കർത്താവ് എന്താ കൽപ്പിച്ചിരിക്കുന്നത്? സ്തോത്രം. ഇവന് ഇനിയും കാരണമുണ്ട്. ദൈവത്തിന്റെ സന്ദേശം സുവിശേഷം അറിയിക്കുവാൻ അനേകരെ ബാക്കി കിടക്കുകയാണ്. ആ ഉത്തരവാദിത്തം തികച്ചെടുക്കേണ്ടുന്നവനെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. എന്താ? അവനെ രക്ഷിപ്പാൻ. ഈ ലോകത്തിന്റെ അധികാരത്തിന് കഴിയുമോ? ഈ ലോകത്തിന്റെ പ്രവൃത്തികൾ കഴിയുമോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന് നമ്മളോട് പറയുവാനുള്ളത്, എൻ്റെ വിഷയങ്ങൾ ഏതുമാകട്ടെ, ഏത് പ്രതിസന്ധികളുമാകട്ടെ, ഏത് അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകട്ടെ, കർത്താവിന് പറയുവാനുള്ളത് ഒരൊറ്റ വാക്ക്: ഞാൻ നിന്നെ രക്ഷിപ്പാൻ കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ രക്ഷിപ്പാൻ കൽപ്പിച്ചിരിക്കുന്നു. അതിന്റെ മുകളിൽ ഒരധികാരവുമില്ല. അതിന്റെ മുകളിൽ ഒരു വിഷയവും കടന്നു വരുവാൻ സാധ്യമല്ല. കാരണം ഞാൻ യഹോവയാണ്. എന്നാൽ കഴിയാത്ത വല്ല കാര്യവും കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അവനോടൊപ്പം ഒന്ന് പാർക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ അവൻ പറയുക: ഞാൻ നിന്നെ രക്ഷിപ്പാൻ കൽപ്പിച്ചിരിക്കുന്നു. ഈ ഉറപ്പോടെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവകൃപ എല്ലാവരോടും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൃപയാൽ കുഞ്ഞുങ്ങളും രണ്ടുപേരും സന്തോഷത്തോടെ ആയിരിക്കുന്നു. അടിയന് വിദേശത്തായിരിക്കും. കർത്താവ് ശാരീരികമായ പ്രയാസങ്ങളുണ്ടെങ്കിലും ദൈവം നിർത്തുന്നത് ഓർത്ത് സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വലിയ കോട്ടയാണ്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ടോ എത്ര ആശ്വാസത്തോടെ കടന്നു പോകുവാൻ ദൈവം സഹായിക്കുന്നത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് എനിക്കറിയാം. വീണ്ടും ഇടയിൽ ഓർത്ത് പ്രാർത്ഥനകളെന്ന് അറിയിച്ചുകൊണ്ട് ദൈവം സന്നിധിയിലിരിക്കുന്നു.